അയോധ്യ രാമക്ഷേത്രം. അയോധ്യ രാമക്ഷേത്രത്തിൽ കളവ് നടന്നു. ആർക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ വേവലാതി ഉണ്ടാകേണ്ടത്? ഇവിടുത്തെ ഹിന്ദുക്കൾക്ക്. അവർക്ക് അത്രമാത്രം വേവലാതിയുണ്ടോ? ഇല്ല. കാരണം അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മാർത്തടിച്ച് നിലവിളിക്കുന്നത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളാണ്, മുസ്ലിങ്ങളാണ്. അയ്യോ എന്നും പറഞ്ഞ് അയ്യോ രാമക്ഷേത്രത്തിൽ. ഇപ്പോൾ ഒരുവൻ പറയുന്നത് രാമക്ഷേത്രം പണിതു എന്നുള്ളത് കൊണ്ടും അവിടെ ആരാധന നടന്നു എന്നുള്ളത് കൊണ്ടൊന്നും ഞങ്ങളുടേതല്ലാതായിട്ട് മാറുന്നില്ല ആ സ്ഥലം. അത് പറമ്പാണ്. അവിടെ ഒരു കളവ് നടന്നപ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ടെന്ന്. എന്തിനാ ഇവർക്ക് വേദന? ഇന്ന് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് കഴിഞ്ഞു പോയ ചാപ്റ്ററാണ്, മറന്നുപോയ ചാപ്റ്ററാണ്. അവിടെ ഇതിനു മുമ്പ് ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ആൾക്കാർ മറന്നു കഴിഞ്ഞു. ഇപ്പോൾ അവിടെയുള്ള രാമക്ഷേത്രമാണ്. ആ രാമക്ഷേത്രത്തിൽ എവിടെയുള്ള വിള്ളലുണ്ടായിക്കഴിഞ്ഞാൽ, എവിടെയുള്ള ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലവിടെ എൻജിനീയർമാരുണ്ട്, അവിടെ തൊഴിലാളികളുണ്ട്, അതവർ ചെയ്തോളും. സ്വർണ്ണക്കട്ടിയും വെള്ളിക്കട്ടിയും അവിടുന്ന് കളവ് പോയി എന്നുള്ളതിൻ്റെ പേരിൽ കരയുന്ന ഇവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ബേബി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു, സുന്ദരിയായിട്ടുള്ള സ്ത്രീയാണ്. അതിനാരോ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. ഈ ബേബി കാമുകന്മാർ പലരും ഉണ്ട്. ആ കുട്ടി പിന്നെ ഗർഭിണിയായി വന്നപ്പോഴേക്കും അവർ പറഞ്ഞു, കണ്ടോ കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ട് 2 മാസമായിട്ടുള്ളൂ, അപ്പടിയും ഗർഭിണിയാക്കി അവളെ, അപ്പടിയും ഗർഭിണിയാക്കി. ഇവനെന്ത് തുളസൂർണ, ഇവരെന്തിനാ അത് അന്വേഷിക്കുന്നത്? രണ്ടാമത് വീണ്ടും ഗർഭിണിയായപ്പോൾ ഉടനെ തന്നെ മാർത്തടി നിലവിളി ആരംഭിച്ചു. ആ കുട്ടി വരുന്ന സമയത്ത് ആ കുട്ടിയുടെ പാവാട അല്ലെങ്കിൽ ആ കുട്ടിയുടെ സാരി ഇത്തിരി മുഷിയാണ്. കണ്ടോ അവൻ ആ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കുകയാണ്. ഇവരെന്തിനാ അത് അന്വേഷിക്കുന്നത്? ഇതുപോലെ തന്നെ തൻ്റേതല്ലാത്ത ഈ സാമഗ്രിയെ, തൻ്റേതായിട്ടുള്ള ഈ സംസ്ഥാപനത്തെ, അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ പേരിൽ എന്തിനാ മാറത്തടിച്ച് ഹൃദയവേദന ഉണ്ടാക്കി വെക്കുന്നത്? രാമക്ഷേത്രത്തേക്ക് ലഭിച്ച വെള്ളിക്കട്ടികൾ, അവിടെയുള്ള പാദുകങ്ങൾ, മാലകൾ എല്ലാം സുരക്ഷിതമായിട്ട് ട്രസ്റ്റിൻ്റെ ലോക്കറിൽ ഇരിക്കുന്നുണ്ട്. ഇസ്ലാമിസ്റ്റുകളുടെ വ്യാജ പ്രചാരണങ്ങളാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പൊളിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഇപ്പം ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞ സമയത്ത്, എടോ ചാമ്പ്യരെ, താൻ ആദ്യം പോയിട്ട് അയോധ്യയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആണൊരുത്തൻ അവിടെ ഉണ്ടടേ. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളേക്ക് കുപ്പിയിലടച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹം, യോഗി ആദിത്യനാഥ്. അതിൻ്റെ അപ്പുറത്തിന് നരേന്ദ്ര ദാമോദർദാസ് മോഡിയുമുണ്ട് അവിടെ. അവർ നോക്കിക്കൊള്ളില്ലേ ആ കാര്യം? നിങ്ങൾ എന്തിനാ കിടന്ന് വിഷമിക്കുന്നത്? അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വഴിപാടുകൾ, അവർ സാമ്പത്തിക ക്രമക്കേടുകൾ, അതിനെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുക, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ആ സമയത്താണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം, അതാണ് SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, നടത്തിയ അന്വേഷണത്തിൽ 2 പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. രാമക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, വെള്ളി, സ്വർണ്ണമുണ്ട്, പാദുകമുണ്ട്, കിരീടമൊക്കെ ഉണ്ട്. അതിൻ്റെ മോഷണം സംബന്ധിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല അവകാശവാദങ്ങൾ. ഈ പ്രചരിപ്പിക്കുന്ന ആരാണ്? കേരളത്തിൽ രാമക്ഷേത്രത്തിൽ കളവ് നടന്നു, അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടി ഒരു വീഡിയോ നിങ്ങൾ കണ്ട് അതിൻ്റെ താഴെ നോക്കിയാൽ മതി. എല്ലാം ഈ സാധനങ്ങളാണുള്ളത്, എല്ലാം ഈ മുസ്ലിം സാധനങ്ങളാണുള്ളത്. അവരുടെയാണ് വേവലാതി. അത് മറ്റുള്ളവർക്ക് വേവലാതി ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഹിന്ദുക്കൾ ഒരിക്കലും വേവലാതിപ്പെടാറില്ല. അവർ പണ്ടും അവരുടെ സ്വഭാവമാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്നവരാണ് അവർ. അന്നും ഇന്നും എന്നും അവർക്ക് ഇതുപോലെ തന്നെ അവൻ വളരുന്ന കണ്ടില്ലേ, ഇവൻ വളരുന്ന കണ്ടില്ലേ, ആ പദ്ധതി, ആ മതം, ഈ മതം, ഇതൊന്നും അവൻ്റെ മനസ്സിലില്ല. അതങ്ങനെ ഒരു നിസ്സംഗ ഭാവമാണ് അവന് ഇവിടെയുള്ള ആചാര്യന്മാർ കൊടുത്തു വെച്ചിട്ടുള്ളത്. ഓടിച്ചാടി അവധാനതയില്ലാതൊരു കാര്യവും ചെയ്യുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭയമാണ് വാസ്തവത്തിൽ. ഒരു രാമക്ഷേത്രം പണിതു, അത് കല്ലും മണ്ണും പെയിൻ്റൊക്കെ അടിച്ചൊരു ക്ഷേത്രം പണിതു. ഇവിടെ 100-140 കോടി ജനങ്ങളുണ്ട്.
അതുപോലെ അതിവിശാലമാണ് ഇന്ത്യ. ഇത് ഇത്രയും പോകുന്ന ഒരു വെനേസ്വല പോലെ രാജ്യമൊന്നുമല്ല. അതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു ക്ഷേത്രം പണിത് എന്തിനാണ് ഇവരെ വേവലാതിപ്പെടുന്നത്? ഇവരുടെ കാര്യം നോക്കിയാൽ പോരെ. എവിടെയെങ്കിലും സ്വന്തമായി അധ്വാനത്തിൻ്റെ പേരിൽ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു പള്ളി കെട്ടട്ടെ. ഒരാൾ ഇതുമ്പോൾ തൊടില്ല. കാരണം ഇവിടെ ഭരണകർത്താക്കളുണ്ട്, മതേതരവാദികളായിട്ടുള്ള ഭരണകർത്താക്കളുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ നെഞ്ചത്ത് കൊണ്ടുപോയിട്ട് പള്ളി പണിതാലേ ഇവർക്ക് സംതൃപ്തിയാവുള്ളൂ. എന്നിട്ട് അടിവാഞ്ച് കെട്ടുക, എന്നിട്ട് ഇരവാദം പറഞ്ഞ് കരയുക. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ രാമക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്ത വിലപിടിപ്പുള്ള വസ്തുക്കളുടെ മോഷണം സംബന്ധിച്ച് ഉള്ള പല ചരിത്രങ്ങളും പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല അവകാശവാദങ്ങൾ, അവരുടെ റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, വസ്തുതാപരമായിട്ട് തെറ്റാണ്, അടിസ്ഥാനരഹിതമാണ് SIT പറയുന്നു. ഇത്രയും വലിയ സംവിധാനങ്ങളൊരു ക്ഷേത്രത്തിൽ നിന്ന് ആരോ പറഞ്ഞ പോലെ ഒരു ട്രക്ക് കൊണ്ടുവന്ന് വെള്ളിക്കട്ടി പരസ്യമായിട്ട് അതിൽ കൊണ്ടുവച്ച് ഓടിച്ചു പോകുന്ന അങ്ങനെ ഒരു കൊള്ള അവിടെ നടക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഭക്തനായിട്ടുള്ള അനുരാഗ് റസ്തോഗി സംഭാവന ചെയ്തിട്ടുള്ള വെള്ളിക്കട്ടികളെ, അദ്ദേഹമാണ് ഈ വെള്ളിക്കട്ടികൾ സംഭാവന ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റാണെന്നും UP മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മോഷണം സംബന്ധിച്ച സോഷ്യൽ മീഡിയയിലെ ഊഹാപോഹങ്ങൾ, അവർ പരത്തുന്ന അവരുടേതായ ചില പ്രസ്താവനകൾ ഗവൺമെൻറ്റിൻ്റെയും ട്രസ്റ്റിൻ്റെയും രേഖകൾ പരിശോധിച്ച ശേഷം പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക രേഖകളിൽ ഈ സംഭാവനയെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഫോട്ടോ സഹിതം വീഡിയോ സഹിതം പൂർണ്ണ സുതാര്യതയോട് കൂടിയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ടീമിൻ്റെ അന്വേഷണത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. അനുരാഗ് റസ്തോഗിയിൽ നിന്ന് 2 വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ടാണ് ട്രസ്റ്റിന് ഈ സംഭാവന ലഭിച്ചിട്ടുള്ളത്. അതാണിപ്പോൾ ഈ രേഖകൾ, അവർ കണ്ടെടുത്ത രേഖകൾ സൂചിപ്പിക്കുന്നത്. ലെഡ്ജർ പ്രകാരം, ദൈനംദിന പ്രോഗ്രാം എഴുതി വയ്ക്കുന്ന ലെഡ്ജർ പ്രകാരം ട്രസ്റ്റിന് ആകെ കൂടി കിട്ടിയിട്ടുള്ള 38 കിലോ വെള്ളിയാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യം 2020 ജൂലൈ 21 ലഭിച്ചു, രണ്ടാമത് പിന്നെ 2020 ജൂലൈ 28 ലഭിച്ചു. ഈ ഇടപാടുകൾ അവിടുത്തെ ഫയലുകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 2020 ജൂലൈ 29 ട്രസ്റ്റിന് മറ്റൊരു 25.576 കിലോഗ്രാം വെള്ളി ഇഷ്ടികകൾ വേറെയും ലഭിച്ചിട്ടുണ്ട്. സുരക്ഷാ പ്രോട്ടോക്കോളുമായിട്ട് അതിനനുസൃതമായിട്ട് ഈ വെള്ളി ഇഷ്ടികളെല്ലാം ഉരുക്കി സുരക്ഷിതമായിട്ടുള്ള ബാങ്ക് ലോക്കറിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അവ ഇന്നും പരിപൂർണമായിട്ടും എവിടെ വെച്ചുവോ, ഏത് ബാങ്ക് ലോക്കറിൽ വെച്ചുവോ അവിടെ തന്നെ സുരക്ഷിതമായിട്ട് ഉണ്ടെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ വിശ്വ ഹിന്ദി സേവാ സമാജത്തിൻ്റെ പ്രസിഡന്റ് രാജു മണ്ഡുവാനി ഈ 2021 തൻ്റെ സംഘടന 25 കിലോ ഭാരമുള്ള ഏകദേശം 200 കിലോ ഭാരമുള്ള 8 വെള്ളി ഇഷ്ടികകൾ, 25 കിലോ ഭാരമുള്ള 8 വെള്ളി ഇഷ്ടികകൾ ക്ഷേത്രത്തിന് സംഭാവനയായിട്ട് നൽകിയിരുന്നതായിട്ടും എന്നാൽ അവയ്ക്ക് രസീത് ലഭിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ട്രസ്റ്റ് അന്വേഷണ സംഘത്തിന് നൽകിയ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും അതുപോലെ അവയുടെ സംസ്കരണത്തിൻ്റെയും സർട്ടിഫൈഡ് പട്ടിക ഈ അവകാശവാദങ്ങളുമായി 7 നൽകി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. രാജു മണ്ഡുവാനി സംഭാവന ചെയ്ത 8 വെള്ളി ഇഷ്ടികകളും ഉരുക്കുന്നതിനായിട്ട് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് ബിൻഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്ക് അയച്ചതായിട്ട് ഈ ഔദ്യോഗിക രേഖ പട്ടികയിൽ വെളിവാക്കുന്നുണ്ട്. ഈ ഔദ്യോഗിക പട്ടികയിൽ ട്രസ്റ്റിൻ്റെ അതുപോലെ കോർപ്പറേഷനിലെയും അംഗീകൃത ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പുകളുണ്ടെന്നും ഇത് ആധികാരികതയുടെ നിർണായകമായിട്ടുള്ള തെളിവാണെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. വിലയേറിയിട്ടുള്ള ലോഹങ്ങൾ എല്ലായ്പ്പോഴും ട്രസ്റ്റിൻ്റെ നിയമപരമായിട്ടുള്ള കസ്റ്റഡിയിൽ തുടർന്നുവെന്നും ഇഷ്ടികകൾ മോഷ്ടിച്ചതിനെക്കുറിച്ചുള്ള എല്ലാ അവകാശവാദങ്ങളും പൂർണ്ണമായിട്ടും വെറും പരസ്യപ്രയോഗങ്ങൾ മാത്രമാണെന്നും ഈ സാങ്കേതിക പരിശോധനയിൽ വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ബോംബെ ആസ്ഥാനമാക്കിയുള്ള വ്യവസായി അനിൽ വിശ്വശർമ്മ നൽകിയ വെള്ളിമാലയും
ഒരു ജോഡി ചരണ പാതുകങ്ങളും ട്രസ്റ്റിൻ്റെ പക്കൽ ഇപ്പോൾ സുരക്ഷിതമായിട്ടുണ്ട്. സുരക്ഷിതമായിട്ട് അവരുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും SIT പോയി നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. സംഭാവന പെട്ടികളിൽ നിന്ന് ലഭിക്കുന്ന പണം ദുരുപയോഗം ചെയ്തതായിട്ട് ആരോപിക്കപ്പെടുന്ന നിയമ നടപടികൾ ക്രമാനുഗതമായിട്ട് പുരോഗമിക്കുകയാണ്. എന്നാൽ ഇതിനപ്പുറം ഉയരുന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട് എന്നുള്ളതാണ് സത്യം. ആർക്കാണ് അയോധ്യയിലെ രാമക്ഷേത്രം അവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിയല്ലാത്ത കാര്യങ്ങളാണ്, പറ്റുമെങ്കിൽ അവിടെ അങ്ങനെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞു പരത്താൻ ആർക്കാണ് താല്പര്യം? പകരം സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ തന്നെ വ്യക്തമാണ് ആർക്കാണ് താല്പര്യമെന്ന്. അവരുടെ പ്രധാന പരിപാടി ഇപ്പോൾ കയ്യിൽ 2 മൊബൈൽ ഫോണും വെച്ചുകൊണ്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണ് അവരുടെ പ്രധാന പരിപാടി. എന്നാണ് ഘോരമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട്, ആവശ്യത്തിലേറെ സംസാരിക്കരുത്. ക്ഷേത്രങ്ങൾ നടത്തിപ്പിനെ അതിനെ അപരമാക്കി തീർക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരെ വിടില്ല എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് പറഞ്ഞിട്ടെങ്കിൽ ചെയ്യുകയും ചെയ്യും. ഇവിടെ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, ഇസ്ലാമിസ്റ്റുകൾ തലവെച്ച് കൊടുക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകളെ ചോദിച്ചു വാങ്ങിക്കാൻ അടിയും തല്ലും, നിൽക്കക്കള്ളിയില്ലായ്മയും. നിർത്തിയാൽ അവർക്ക് നല്ലത്. നമസ്കാരം.